ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ KSRTC ബസ്സിൽ അങ്കമാലിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെങ്ങിട്ട് പോണ കാര്യങ്ങളൊക്കെ വഴിയേ കാണാം. നല്ല അടിപൊളിയായിട്ട് കാലൊക്കെ നീട്ടി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുക കേട്ടോ. നല്ല അടിപൊളി യാത്ര. ഞാൻ രാവിലെ ഒരു 6 മണി ഒക്കെ ആയപ്പോൾ ബസ് കയറിയതാണ് അങ്കമാലിയിൽ നിന്ന്. ഇപ്പോൾ ഏകദേശം സമയം 7:59, 8 മണിയാവാനായി. ഇപ്പോൾ പാലക്കാട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡ്രൈവർ നല്ല പിടിപ്പിക്കലാണ്. റോഡൊക്കെ ഫുള്ള് രാവിലെ ആവുകൊണ്ട് തിരക്കൊന്നുമില്ല. NH നല്ല വയലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ്. നമ്മളെ പ്ലാന് കൊടൈക്കനാലാണ്. ബസ്സിലൊരു യാത്ര കൊടൈക്കനാൽ ഊട്ടിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ മെല്ലെ മെല്ലെ പോയോക്കാം. അപ്പോൾ നമ്മൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി നേരെ ഓപ്പോസിറ്റ് കുറച്ച് ഉള്ളിൽ കയറി നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ കയറി. ഹോട്ടലിൽ പേര് ടോപ്പിൻ ടൗൺ. അതോടെ ഫുഡ് വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്. തൃശ്ശൂർ മുതൽ എൻ്റെ അടുത്ത് ഫുഡ് എന്ന് പറയായിരുന്നു. ലാസ്റ്റ് ഞാൻ പ്രാന്തായപ്പോഴാണ് ഫ്രണ്ട് പോയിരുന്നത്. ഇവള് ബാക്കിൽ ഇരിക്കരുത്. എന്തായാലും ഫുഡ് പറഞ്ഞിട്ടുണ്ട്. പൊറാട്ടയാണ് ഉദ്ദേശിച്ചത്. അതാവുമ്പോൾ കഴിച്ചാൽ പിന്നെ വെള്ളം ഇങ്ങനെ തട്ടിച്ചെടുത്ത് ഈവനിങ് വരെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ പൊറോട്ട ആയിട്ടില്ല. ദോശ, ചട്നി, ഇഡ്ഡലി അതൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പുട്ട്. അപ്പോൾ പുട്ട് പറഞ്ഞു. പുട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുട്ട് വന്നിട്ട് പുട്ടും കറിയൊക്കെ എന്താ പാട് നോക്കട്ടെ. പുട്ട് കെറ്റിയാണ്. നമുക്ക് ബസ്സാ ട്രെയിൻ അഞ്ഞുപിടുന്ന അങ്ങോട്ടുള്ള യാത്ര എങ്ങനെ തീരുമാനിച്ചില്ല. ബസ്സിൽ ഇത്ര ദൂരം വന്നല്ലേ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. എന്തായാലും ട്രെയിൻ ഉണ്ടോ പോയി നോക്കണം. ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ തന്നെ വീണ്ടും തുടരും ഗൈസ്. ഫുഡ് വരേക്കും ബായ്. ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി പുട്ടും കണ്ടിട്ട് അടിപൊളിയാണ്. കടലക്കറിയും ഇവിടെയും പുട്ടും എഗ്ഗും പറഞ്ഞിട്ടുണ്ട്. 2 എഗ്ഗ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല പുട്ടും കറിയൊക്കെ അടിച്ച് നല്ല സെറ്റായി വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ പഴനി ബസ് കിട്ടി. തമിഴ്നാട് വണ്ടിയാണ് പഴനിക്ക് ഡയറക്റ്റ് വണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കയറുകയാണെങ്കിൽ ഒന്നും നോക്കില്ല. രാവിലത്തെ റെയിലിന് എന്ത് ചൂടാവും. 9 മണിയാവുള്ളൂ. നമ്മൾ 5 കിലോമീറ്റർ അങ്ങോട്ട് റെയിൽവേക്ക് പോകണേലും ബെറ്റർ ഇത് കയറണമല്ലേ വിചാരിച്ചിട്ട് കയറി. നല്ല ഫ്രണ്ട് സീറ്റിൽ പോയി നോക്കാം. കണ്ണാടിയൊക്കെ ഉണ്ട്. കണ്ണാടിയൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങളായാലും സെറ്റാണ്. ഡീലക്സ് ബസ്സാണ്. എന്തായാലും ടിക്കറ്റ് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ബാക്കി പറയാം. എന്തായാലും നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇരിക്ക്. നമ്മളങ്ങനെ ബസ്സിൽ കയറി. തമിഴ്നാട് RTCയുടെ ബസ്സാട്ടോ. തമിഴ്നാട് ബസ്സാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. KSRTCനൊക്കെ അടിപൊളിയാണ് ഉള്ളത് പറയാലോ. പിന്നെ നമ്മളങ്ങനെ പാലക്കാട് കഴിഞ്ഞ് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പഴനിക്കാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ പഴനി ബസ് സ്റ്റാൻഡിലെത്തിക്കുകയാണ്. സമയം 12:45. നമ്മൾ പാലക്കാട് നിന്ന് എപ്പോഴാണ് കയറി? 10:45 ആയപ്പോൾ കയറിയതാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുതിര ഉണ്ട്. കുതിര സവാരി നമുക്ക് പോയി നോക്കാം. നല്ല ഫുഡ് കഴിക്കാൻ എവിടെയൊക്കെ പോയിട്ട് ചോദിച്ച് നോക്കിയിട്ട് നല്ല ഫുഡ്. ഇവിടെ 1 മണിയായിട്ടുള്ളൂ. 12 സംതിങ് ആയിട്ടുള്ളൂ. കുതിരയുടെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. കുതിര 1 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് കുതിരയ്ക്ക് റേറ്റ് ചോദിക്കണത് എത്ര വെച്ചിട്ടാ? 100 രൂപ അങ്ങോട്ടും 100 രൂപ ഇങ്ങോട്ടും. 200 രൂപ കുതിരയ്ക്ക്. ഓട്ടോറിക്ഷ പെട്രോൾ ഓടുന്ന വണ്ടിക്ക് അത്ര ചിലവില്ല. പിന്നെ അതല്ല നമ്മൾ ഡൽഹി ആഗ്രയൊക്കെ പോകേണ്ട ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പാവം ആൾ വന്നിട്ട് സൈക്കിൾ റിക്ഷ ഉണ്ടല്ലോ അത് ചവിട്ടി പോകണ്ടേ. ഇത് ഞങ്ങൾക്ക് കുതിര കൊണ്ടുപോകും. എന്തായാലും ആളെ ഞങ്ങളെ കൊണ്ടൊരു 5-10 കിലോമീറ്റർ പാവം കുറേ ഉന്തിയിട്ടും തള്ളിയിട്ടൊക്കെ പോയിട്ട് അയാൾ ആഗ്രഹിക്കുന്നവരാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിരുന്നു. അത് ഓർമ്മ വന്നോ? അന്നാൾ എത്ര പണിയെടുത്തത്. ഇവര് കുതിരപ്പുറത്ത് കയറി ആ പാവത്തിനായിട്ട് നമ്മളെ കൂടി വലുതും ഇവളിലേക്ക് ചുന്നിയൊക്കെ പാടെ വലിച്ചിട്ട് അയാൾക്ക് 200 രൂപ ആൾക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? അത് നമ്മളാ കേസ് വിട്ടു. പിന്നെ അവിടെ ഗൗരി കൃഷ്ണകാരുടെ ഹോട്ടൽ ഇവിടെ ഫുഡ് കിട്ടാറായിട്ട് അയാളാണ് വിട്ടത്. ആളെന്തായാലും ഇവിടെ കയറിയിട്ട് ഇവിടെ എന്താ ഫുഡ് കിട്ടാറട്ടെ. നല്ല തിരക്കാട്ടോ പഴനി ബസ് സ്റ്റാൻഡ്. ബസ് എന്തായാലും 2:15 ബസ് ഉണ്ട് കാരണം. ബസ് പോണിൻ്റെ ഒരു ബസ് അവിടെ വന്നു കഴിഞ്ഞാൽ റിസർവേഷൻ ചെയ്യാം. 10 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട്. ബസ് വന്ന ശേഷം
ബാക്കി പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ ചോറുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ചോറുന്ന ഒരു സ്ഥലം ഉണ്ടോ നോക്കാം. അപ്പോൾ അവിടെ സീറ്റുണ്ട്. നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ചോറും കറിയല്ല, തൈര് സാദം അങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ വേറെ പുറത്ത് കുറച്ചൊക്കെ നടന്നിട്ട് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപോകണു. അപ്പോൾ കുഞ്ചുവിനെ അവിടെ എടുത്തിട്ട് ഞാൻ ഒരു കേബിൾ വാങ്ങാൻ വേണ്ടി അപ്പുറത്ത് മൊബൈൽ ഷോപ്പ് തപ്പിപ്പോയത്. മൊബൈൽ ഷോപ്പൊന്നുമില്ല, ഒരു ഉന്തുവണ്ടിയിലൊരു സെറ്റപ്പ്. എന്തായാലും ഒരു കേബിൾ വാങ്ങിക്കണു. ഒരു കേബിൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. കുഞ്ചുവിനെ നടക്കണ്ടല്ലോ, ലഗേജൊക്കെ എടുത്തിട്ട് നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ലഗേജും ഓളൊക്കെ ഇവിടെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഞാൻ പോയി വന്നു. ഫുഡിന് ഇലയൊക്കെ ഇട്ടുകൊണ്ടു. ഫുഡ് വന്നിട്ടില്ല. അവള് ചോറ് പറഞ്ഞു, ഞാൻ ബിരിയാണി പറഞ്ഞു. ഫുഡ് കഴിച്ചു പറഞ്ഞാൽ കുഞ്ചു ഫുഡ് കഴിച്ചു, ചോറ് കിട്ടി. ബിരിയാണി എത്ര നേരം കാത്തു നിന്നിട്ടും ബിരിയാണി കിട്ടണില്ല. ലാസ്റ്റ് ബസ്സിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ ഫുഡ് വേണ്ട പറഞ്ഞിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ കയറി. അവിടെ വണ്ടിയില്ലേ, അതിലപ്പുറത്തെ ഹോട്ടലിൽ കയറി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെ, പക്ഷെ ഫുഡ് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ തോന്നി. അപ്പോൾ ഞാൻ നേരെ ബിരിയാണി ഉണ്ട് പറഞ്ഞു. എനിക്ക് ജസ്റ്റ് സാമ്പിൾ നോക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ നേരെ കിച്ചണിക്ക് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ച് മട്ടൻ ബിരിയാണി കേട്ടോ, 150 രൂപ എന്തോ ആയത്, 150 ഇങ്ങോട്ട് സാമ്പിൾ തന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും തിന്നാനും ടൈമില്ല. അപ്പോൾ അത് പാർസൽ വാങ്ങിയിട്ട് ഇതാ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ട് കേട്ടോ, വെള്ള കവറിൽ. ഇങ്ങോട്ട് നമ്മൾ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊടൈക്കനാലിക്ക് 3-4 ടൈം എന്തോ ബസ്സുള്ളൂ. അപ്പോൾ അത് ബസ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു 10 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതായത് സീറ്റ് റിസർവ് ചെയ്യണം. പിന്നെ ടിക്കറ്റ് ബസ്സിൽ നിന്ന് എടുക്കുക ചെയ്യുക. ഇവിടെ അതിന് കച്ചറയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ നിൽക്കുന്ന ഫാമിലി സീറ്റ് റിസർവ് ചെയ്തിരിക്കണു. ആ ഇരിക്കുന്ന ആൾക്കാർ റിസർവ് ചെയ്തിട്ടില്ല. ഒരു നേരെ വന്ന് കയറി ഇരുന്നിക്കണു. 10 രൂപ കൊടുത്തിട്ടാണ് ഇത് റിസർവ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇതേമാതിരി 10 രൂപ എടുത്ത് വരി നിന്ന് 10 രൂപ കൊടുത്തിട്ട് ഇതാക്കിയതാട്ടോ, സീറ്റ് റിസർവ് ചെയ്താൽ. എന്തായാലും വൻ കച്ചറയാണ് ബാക്കിൽ. ഞാൻ വോയിസ് ഓവർ ചെയ്താണ്. അതുകൊണ്ട് ഇതിൽ വൻ അലമ്പ്. അതുകൊണ്ട് ഈ ക്ലിപ്പ് ഞാൻ വോയിസ് ഓവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സൺഡേയുടെ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതായാലും അമ്പം കാലായിട്ടും കുഞ്ചോട്ടൻ ഇന്ന് ചിരിച്ചാട്ടോ. കച്ചറ അവിടെ കച്ചറ, ഇവിടെ ചിരിയ. സംഭവം 10 രൂപയുടെ കേസാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, സീറ്റ് കിട്ടണ്ടേ. പിന്നെ നമ്മൾ റിസർവ് ചെയ്ത സീറ്റ്. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള റൂട്ട് നല്ല രസമാട്ടോ. കുറേ തമിഴ് ഗ്രാമങ്ങളും അങ്ങനെ പോയിട്ട് പിന്നെ ചുരവും എല്ലാം കൂടി അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഗ്രാമങ്ങളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് 2 സൈഡിലും എന്താ പറയുക, മൂച്ചി, മാങ്ങമരം. ഞങ്ങളവിടെ മൂച്ചി എന്ന് പറയാം. പിന്നെ അതേമാതിരി പുളി. പിന്നെ കൃഷികളാണെങ്കിൽ തെങ്ങും തോട്ടങ്ങൾ, പരന്ന് കിടക്കണ വലിയ തെങ്ങും തോട്ടം. അങ്ങനെ ഈ യാത്ര ഭയങ്കര രസമുള്ള യാത്രയാണ്. നമ്മളെ ബിരിയാണി ഇവിടെ ഉണ്ട് ഗൈസ്. ബിരിയാണി ഇനി തിന്നണം. ടിക്കറ്റ് കിട്ടിയിട്ടോ, 120 രൂപ രണ്ടാൾക്ക്. അവിടുന്ന് 20 രൂപ റിസർവ് ചെയ്യാനും 120 രൂപ ടിക്കറ്റ്. അപ്പോൾ മൊത്തം 150. ഒരാൾക്ക് 70 രൂപ, അത്രേ ഉള്ളൂ. ഒരു 3 മണിക്കൂർ നല്ല അടിപൊളി റൈഡ് ഉണ്ട്, സെറ്റാണ്. നമ്മൾ പഴനിയിൽ നിന്നൊക്കെ വന്ന് ചുരം കയറിയതും മഴ പെയ്തു കേട്ടോ. ക്ലൈമറ്റൊക്കെ ആകെ മാറി. ഞാൻ പാലക്കാട് നിന്ന് പഴനിയിൽ നിന്നൊക്കെ വേർത്തൊലിക്കുന്നു. ഇപ്പോൾ കൂളായി, നല്ല അടിപൊളിയായിട്ട്. ഇങ്ങനെ മഴയത്ത് ചുരത്തിൽ ഇങ്ങനെ ബസ്സിൽ പോകാൻ വേറെ മൂഡ്, ഒന്നും പറയാനില്ല. നല്ലോണം വിശക്കുണ്ടിരിക്കും. രാവിലെ പാലക്കാട് നിന്ന് ഫുഡ് കഴിച്ചാൽ ബിരിയാണി കഴിക്കണമെങ്കിൽ ബസ്സിൽ മഴയൊക്കെ പെയ്തേക്ക് വിശപ്പും കൂടി. പിന്നെ എല്ലാവരും ബസ്സിൽ സ്നാക്സും അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഞാനും ബിരിയാണി പൊട്ടിക്കും. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി. സീറ്റ് വഴി ഇങ്ങനെ നോക്കി ഇരിക്കുക, അടിപൊളി. ബസ്സിൽ നല്ല ഉയരത്തിലല്ല ഇരിക്കുന്നത്. കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മറ്റേത് നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയായാലും ഒരു താഴ്ന്നിട്ടല്ലേ ഇരിക്കുക. ബൈക്കിലൊക്കെ ആയാലും നേരെ ഉയരത്തിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ വേറെ രസമൊക്കെ. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കുറച്ച് നേരം നിൽക്കണം. ചിലവരൊക്കെ കുറേ ആളൊക്കെ ഉറങ്ങിട്ടോ. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല കേട്ടോ, മട്ടൻ ബിരിയാണി എടുത്തു. കാരണം ഒന്നാമത് പുറത്ത് തണുപ്പാണ്. അപ്പോൾ അത് തണുത്ത് പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നല്ല വിശക്കണമുണ്ട്. പിന്നെ ബസ്സിൽ നിന്ന് ഓരോരുത്തർ എന്തെല്ലാം ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴെല്ലാം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് സാഹചര്യം ഒന്ന് വീക്ഷിച്ചിട്ട് ഒന്നും നോക്കിയില്ല, ബിരിയാണി പൊട്ടിച്ചു. ബിരിയാണിയുടെ കൂടെ തൈര് പിന്നെ വേറെ ഒരു കറി ഇട്ടിട്ടു. കറി നമ്മൾ എടുത്തില്ല. ബിരിയാണി നമ്മൾ അടിപൊളി ടേസ്റ്റ്, ഒന്നും നോക്കിയില്ല, അടിച്ച് തീർത്തു. ഫുള്ള് പീസ് കിട്ടോ, എല്ല് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ബിരിയാണി, സൂപ്പർ ബിരിയാണി, നല്ല റിവ്യൂ ആണ്. ഒരേ അടിയാണ്. എന്തായാലും അടിപൊളി ബിരിയാണി. എന്തായാലും പഴനി വയ്ക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പഴനിന്നൊരു ബിരിയാണി, മട്ടൻ ബിരിയാണി. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടോ. നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് എത്തും. പിന്നെ ഇന്ന് അവിടുന്ന് ഇനി പൂണ്ടിക്ക് ബസ് കിട്ടാൻ ചാൻസ് ഇല്ല. എന്ന് മിക്കവാറും നമ്മൾ കൊടൈക്കനാൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം ബസ്സും മഴ കാര്യങ്ങളും ബ്ലോക്കൊക്കെ ആയിട്ട് കുറേ ഡിലേ ആയി. അല്ലെങ്കിൽ നമുക്ക് 6 മണിക്ക് ഏറ്റവും ലാസ്റ്റ് ബസ് അവിടുന്ന്. അപ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പൂണ്ടിക്കൊന്ന് പോയിരുന്നു. പക്ഷേ പൂണ്ടിക്കുള്ള ബസ് മിക്കവാറും ഇതിൽ പോയാൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ റൂം കാര്യങ്ങൾ എടുത്തിട്ട് ഇന്ന് ജസ്റ്റ് കൊടൈക്കനാലിനെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലത്തെ ബസ്സിന് പൂണ്ടിക്ക് പോകാനുള്ള പ്ലാനാട്ടോ. പൂണ്ടിക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ബസ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വേറെ പൂമ്പാറ അങ്ങോട്ടുള്ള എങ്കിലുള്ള ബസ് നമ്മൾ കിട്ടുമ്പോൾ അതിൽ കയറി പോകണം. എന്തായാലും കൊടൈക്കനാലിൽ എത്തിയിട്ട് നോക്കാം. ആ ബസ്സിൻ്റെ നമ്മളാ മുന്നിൽ ഇരിക്കണ ചേച്ചി ചുരം കയറുന്ന ടൈം മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ഒരേ പൊസിഷനിൽ അവിടെ അങ്ങനെ വെച്ച് വീഡിയോ എടുക്കുകയാണോ, ആർക്കും വീഡിയോ കോൾ ചെയ്യണോ, എല്ലാം ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഒരേ ഷൂട്ടാണ് ആൾ. എന്നെക്കാളും വലിയ വ്ളോഗർ. ഞങ്ങൾക്ക് ഇതിനാ മാത്രമുള്ളൂ ബസ്സിൽ വ്ളോഗർ. അപ്പോൾ അവിടുന്ന് കയറിയ മുതൽ കണ്ടോ ചേച്ചി ഒരേ വീഡിയോ എടുക്കല. താഴെ മുതലേ അങ്ങനെയാണ്. ഡ്രൈവർ എന്തായാലും ആകെ മലങ്ങിക്കൊണ്ടോ, ഫുള്ള് ബ്ലോക്കും. ഒരു ടൂറിസ്റ്റ് ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ ഡിവൈഡറിൽ കയറി ജസ്റ്റ് മിസ്. ഫുള്ള് ബ്ലോക്കാട്ടോ, പിന്നെയും ബ്ലോക്ക് തന്നെ. ബ്ലോക്ക് കാരണം അങ്ങനത്തെ ബ്ലോക്ക്. ഞാനാണെങ്കിൽ ഇത് ഉപ്പത്തും വിചാരിച്ച് നിന്ന് ഉറക്കം വരികയാണ്. ഞാൻ ഉറങ്ങാനുള്ള പ്ലാൻ സെറ്റാക്കിട്ടോ. ഇനി കൊടൈക്കനാൽ എത്തിയിട്ട് നീക്കുള്ളൂ. ഫോണൊക്കെ വെച്ച് ചാർജും കഴിയാനായിക്കുന്നു ഫോണിലെ. രാവിലെ തുടങ്ങിയതല്ലേ. അപ്പോൾ ഫോണ് എടുത്ത് വെച്ച് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ബാക്കി ഇനി കൊടൈക്കനാൽ എത്തിയ ശേഷം കാണാം. അങ്ങനെ നമ്മളൊരു 6:30 ആയപ്പോൾ കൊടയിലെത്തി. നേരെ റൂം എടുത്ത് കടന്നുറങ്ങിട്ടോ കുറച്ച് നേരം. എന്നിട്ടൊരു 9:30 ആയപ്പോൾ ഫുഡ് കഴിക്കാനും ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട്. 10,000 രൂപയുടെ വാളാട്ടത്. ഫുൾ വിൻറ്റേജ് സാധനങ്ങൾ. വിൻറ്റേജ് സാധനം എന്ന് പറഞ്ഞാൽ അമ്മാരത്തെ സാധനം. കംപ്ലീറ്റ് ആൻഡ് ഷോപ്പാണ് കഴിച്ചത്. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ വണ്ടറായി. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയത്. പക്ഷെ ഇവിടെ ഉള്ള സംഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് നമ്മളെ പഴയ 10 പൈസ ആണ് ഇത്. 10 പൈസ. ഓക്കെ, ഇതാ 10 പൈസ. ഇത് ഓക്കെ 10 രൂപ. പഴയ 10 രൂപ. ആ ഇതിപ്പോ എടുക്ക മാട്ടേനെ. ഓക്കെ, പഴയ 20 പൈസ. ആ ഇതെല്ലാം ഞാൻ പാത്രം എന്റെ 5 പൈസ. ഇത് കൂടെ ഞാൻ പാത്രിക്ക എന്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക്. അത് 30 പൈസ. ഓട്ടക്കാലന ഇത് ഞാൻ പാത്രത്തില്ലേ. ആ ഓക്കെ, ഇതാ ഓട്ടക്കാലന പറയുന്ന സാധനം. അയ്യോ, ഇത് 2 പൈസ ഗൈസ്, 2 പൈസ. அதுக்கு முன்னாடி எல்லாம் இருந்தது. இது 1 பைசா. 1 பைசா. ஐயோ, இது வந்து காப்பர் காயின். காப்பர் காயின். இது அப்படியே எடுங்க. இது 15 to 45 இயர்ஸ் மதுரை நாயக்காஸ். 1544 ഉണ്ടാക്കി 500 രൂപയാണ്. ഇതാണ് ആദ്യകാലത്ത് നമ്മൾ ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂലയുള്ള കല്ലുകൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ആ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഇതിന്റെ മൂല്യം തന്നെ ഇത് சொல்ல முடியுமா? അതായത് 1 പീസ് ഓട്ടക്കാലനക്ക് താഴെ താനേ. இது வந்து காப்பர் காயின்னால இதுல சிம்பிள் இருக்கும். சிம்பிள் വ്യത്യാസം இருக்கும் അല്ലേ? ഇതൊന്ന് கொஞ்சம் அது அதேதான், എല്ലാം ഒരേപോലെ താ. ஓகே ஓகே ஓகே. இது வந்து நோட்டு. இது பழங்காலத்து நோட்டு கூட இருக்கு. ஓ
വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് 1 രൂപ. പഴയ കാല 1 രൂപ. 5000 ഒരു ബഞ്ച്. ഓക്കെ, ഒരു ബഞ്ച്. ഇത് എത്ര മൊത്തം 1000 രൂപയാ? 5000. അല്ല, ടോട്ടൽ ഇത് 1 പൈസ. 1 പൈസ. இது ஒரு பஞ்ச். எவ்வளோ பீஸ்? அதுல சீரியல் நம்பர் இருக்கும். ஓ, சேம் சீரியல் நம்பர்ஸ் தான். ஓகே ஓகே ஓகே. 5000. ஓகே, இது 5000. இது வந்து ഇത് 200 അല്ലേ? ഈച്ച് ഓരോ കറൻസിക്ക് 200 രൂപ വെച്ചിട്ട് 5000 രൂപ. 10 പഴയ 10 rupees നോട്ട്. ഇതെല്ലാം ഏത് ഇയേഴ്സ്? ഇയർ இருக்கா? ഇയർ இருக்கும். ഇത് 2 പൈസ. അയ്യോ, ഇത് കണ്ടത്? ഇത് 5 പൈസ. ഇത് 5 രൂപ. ഇത് 5 രൂപ. ആ, പഴയകാല 5 രൂപ. ഇതെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കും. ഇത് வந்து 100 രൂപ. പഴയ 100 രൂപ. ഓ, പഴയ 100 രൂപ എല്ലാം ഇருக்கு. ഇതെല്ലാം ഇയേഴ്സ് ഇതിൽ ഇരിക്കുംല്ലേ? കാണല്ലേ? പഴയ 100 രൂപ. ഓക്കെ ഓക്കെ, ഫൈൻ. ഇതാ. ഓക്കെ ഓക്കെ, താങ്ക് യു. സ്മോൾ ബുദ്ധ ഇരിക്കാ? ഇത് കേസ് ഇവിടെ നോക്ക്. കുഞ്ച് എന്തൊക്കെ നോക്കി നിൽക്ക്. നോക്ക് എന്തൊക്കെ കുഞ്ച കാണേ. പഴയ കത്തി, വാള്, പിന്നെ ഇവിടെ പഴയ കാലത്ത് ആധാരം, അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന താളിയോലകൾ എന്നൊക്കെ കേട്ടില്ല അത്. പിന്നെ നമ്മള് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് സംഭവം, പഴയതിന് പകരം മറ്റേ ഹാർമോണിയത്തിനൊക്കെ പകരമുള്ള സംഭവം. ഇത് വാള, പുല്ല് വെട്ടതൊക്കെ. ഓ, റിട്ട വന്നിട്ട് യുദ്ധത്തിക്കെല്ലാം യൂസ് പണ്ട സാധനം. വെരി പ്രീഷ്യസ് ഐറ്റംസ് தான் இங்க மொத்தம் இருக்கு. இதுவேனா இவங்கள்ட்ட ஷாப்போட அட்ரஸும் ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ട് ഏതാവത് ആവശ്യം വന്നാൽ ഇവരെ കൂപ്പിടുമ്പോ എല്ലാ ഐറ്റംസും ഇருக்கு. A to Z. ആന്റിക് ലവേഴ്സിന് ഒരുപാട് സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് തമിഴായിപ്പോയി, മലയാളം വേണ്ട. ഇത് പണ്ട് കാലത്ത് നമ്മൾ വെയിറ്റ് കാര്യങ്ങൾ നോക്കിയിരുന്ന സംഭവങ്ങളാണ്. ഇത് നമ്മളെ ചിലരെ കണ്ടിട്ടുണ്ടാവും, പച്ചക്കറിയൊക്കെ തൂക്കുമ്പോൾ ഇപ്പോഴും 500 ഗ്രാം 1 കിലോൻ്റെ ഒക്കെ കട്ടകളിൽ. അതുപോലെ പണ്ട് വെയിറ്റ് നോക്കിയിരുന്ന ഇത് എவ்வளோ വെയിറ്റ്? ഇതൊന്നും കാണുന്ന പോലെ കേട്ടോ. ഇത് വെയിറ്റ് ഉണ്ട് ടോട്ടൽ. അല്ല, വെയിറ്റ് എவ்வளோ? ഇത് 100. ഇത് 100 ഗ്രാം. ഇത് 50. ഇത് 100 ഗ്രാംസ്. ഇത് 50. ഓ, വെരി പ്രീഷ്യസ് ഐറ്റംസ്. 50 2 20 1 10 1 എല്ലാം കൂടെ 1450. 1450. ഇതെല്ലാം ആന്റിക് ലവേഴ്സ് ആണെങ്കിലും ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേസ്. ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ്. ആരെങ്കിലും പുതിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കിട്ടുമല്ലോ. അത്രയും നല്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിളക്ക് കാര്യങ്ങളാണെങ്കിൽ, പിന്നെ അതുപോലെ ഇതിനെന്താ പറയാ, റാന്തൽ വിളക്ക്, അതുപോലെ പഴയ കോട്ടം, പിന്നെ പണ്ട് ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ എത്തിക്കണം. ഉണ്ണിയപ്പ. ഓ, ഗെയിം. ഓക്കെ. പലക. ഇങ്ങനെ വെച്ചിടും, ഇതിൽ കറക്റ്റ് വന്ന് ഇങ്ങ വീഴണം. ഓക്കെ. പിന്നെ ഇത് പെട്ടി കാര്യങ്ങള്, പഴയ കാലത്തൊരു പെട്ടിയാണ്. ജ്വല്ലറി ഒന്നുമില്ല അല്ലേ? ഓക്കെ. സ്മെല് ചെയ്യട്ടെ. പഴയ കാലമാണോ? എൻ്റെ ഉമ്മമാൻ്റെ ഒക്കെ പണ്ട് പെട്ടി ഇറക്കുമ്പോൾ എനിക്ക് കിട്ടിയത് അതേരും വേണം. പിന്നെ ഇത് ഫുഡൊക്കെ പണ്ട് ആളുകൾ കഴിക്കാൻ കൊണ്ടുവരുന്ന സാധനം 1950. സ്പൂൺ ഇതിന്റെ ലോക്കും കൂടിയാണ്. അത് കാട്ടി റാന്തല് വിളക്കെല്ലാം കാട്ടി. ഇത് സൂര്യൻ എല്ലാമേ ഇരിക്കും. ധൈര്യമായിട്ട് വന്നിട്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. സത്യം പറയാൻ ഇവിടെ സ്റ്റക്കായി പോയി. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മളെ കടയുടെ പേര് അടിപൊളിയാ, ഒന്നും പറയാനില്ല. ആന്റിക് ഷോപ്പ് പറഞ്ഞാൽ ഇതാണ്.
ബെസ്റ്റ് ആൻറ്റിക് ഷോപ്പാണ്. ചേച്ചി ചിരിക്കിട്ട് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും ആൻറ്റിക് ലവേഴ്സിന് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് മോനെ. എന്തൊക്കെ ആയിട്ടുള്ളിൽ വണ്ടടിച്ചു പറഞ്ഞാൽ വണ്ടടിക്കുക, ഇങ്ങനെ വണ്ടടിക്കുക ആദ്യമായിട്ട് എനിക്ക് പറയുമ്പോൾ കേട്ടോക്കാ രോമാഞ്ചം വരുന്നുണ്ട്. ഇതാ എവിടെ കാണാനുണ്ടല്ലോ. ഇതാ